ഹലോ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്കിന്ന് കരിക്കുലത്തിൽ തന്നെ പുതിയൊരു ടോപ്പിക്ക് പഠിക്കാം. അപ്രോച്ചസ് ടു കരിക്കുലം കൺസ്ട്രക്ഷൻ. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ദ വേ ഓഫ് ഡൂയിങ് സംതിങ് ഓർ ഹൗ വി ആർ അപ്രോച്ചിങ് സംതിങ്, ഹൗ വി ആർ ഫേസിങ് സംതിങ്. അതാണ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ അപ്രോച്ചിൻ്റെ മീനിങ് ആദ്യം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ വേ ഓഫ് ഡീലിംഗ് വിത്ത് സംതിങ് ഓർ എ വേ ഓഫ് ഡൂയിങ് ഓർ തിങ്കിങ് അബൌട്ട് സംതിങ്. ആര് പറഞ്ഞതാണിത്? മെറിയം വെബ്സ്റ്റർ പറഞ്ഞതാണ് അപ്രോച്ചിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട്. അപ്പോൾ ആക്ച്വലി അപ്രോച്ച് ഇൻ കരിക്കുലം കൺസ്ട്രക്ഷൻ എന്തായിരിക്കും? കരിക്കുലം കൺസ്ട്രക്ഷന് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണ് ഈ കരിക്കുലം കൺസ്ട്രക്ഷൻ നടത്തുന്നത്, അതാണ് അപ്രോച്ച് ഇൻ കരിക്കുലം കൺസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വി ആർ ഡീലിംഗ് സംതിങ്. ഹിയർ വാട്ട് വി ആർ ഡീലിംഗ്? ഹിയർ വി ആർ ഡീലിംഗ് വിത്ത് the curriculum construction, the process of curriculum construction. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത സ്ലൈഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ വേ ഓഫ് ഡീലിംഗ് വിത്ത് എ കരിക്കുലം, എ വേ ഓഫ് ഡൂയിങ് ഓർ ക്രിയേറ്റിംഗ് ഓർ ഡിസൈനിങ് എ കരിക്കുലം, ഓക്കെ, ഓർ തിങ്കിങ് അബൌട്ട് എ കരിക്കുലം. ഇതെല്ലാമാണ് എന്തിൽ വരുന്നത്? ഡിഫറെൻറ്റ് അപ്രോച്ചസിൽ വരുന്നത്. ഇവിടെ നമ്മുടെ അപ്രോച്ച് അതിലെ കണ്ടൻറ് അനുസരിച്ചാണ്. എന്താണ് അതിലെ സബ്ജക്റ്റ് മാറ്റർ, ആ സബ്ജക്റ്റ് മാറ്ററിനെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് സബ്ജക്ട്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്നത്? നമ്മുടെ എന്തെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ വെച്ചായിരിക്കും. ആഫ്റ്റർ ദ ടോപ്പിക്സ് ഹാവ് ബീൻ സെലക്റ്റഡ് അക്കോർഡിംഗ് ടു ദ റെലവൻറ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്, ദേ ഹാവ് ടു ബി സിസ്റ്റമാറ്റിക്കലി അറേഞ്ച്ഡ് സോ ആസ് ടു ഫെസിലിറ്റേറ്റ് മീനിങ് ഫുൾ ആൻഡ് എഫക്റ്റീവ് ട്രാൻസാക്ഷൻ. ഒരു മീനിങ് ഫുൾ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടൻറ്റിനെ അറേഞ്ച് ചെയ്യും. അതൊരു ബേസിക് പ്രിൻസിപ്പിൾ, സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ആയിരിക്കാം. പല പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു, അല്ലേ? ഫൗണ്ടേഷൻസ് പഠിച്ചു നമ്മൾ, അല്ലേ? ഫിലോസോഫിക്കൽ, സൈക്കോളജിക്കൽ അങ്ങനെ പഠിച്ചു. അങ്ങനെ ഓരോ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യും. ദ കണ്ടൻറ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഹാഫ് സൈഡ് ആയിട്ടല്ല നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണ് നമ്മൾ കണ്ടൻറ്റിനെ അറേഞ്ച് ചെയ്യുന്നത്. വേരിയസ് മെത്തേഡ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് അറേഞ്ചിങ് ദ കരിക്കുലം ആർ. ഇവിടെ നമ്മൾ ഒരു 6-7 അപ്രോച്ചസ് പഠിക്കുന്നുണ്ട്. ആ അപ്രോച്ചസ് എന്തെല്ലാമെന്ന് നോക്കാം. കോൺസെൻട്രിക് ആൻഡ് സ്പൈറൽ അപ്രോച്ച്. സെക്കൻഡ് വൺ ഈസ് topic wise, so topical and unit approach. Then third one is integrated approach. We are integrating many topics or many subjects. Then interdisciplinary approach and progressive and regressive approach. ഇത്രയും 5 ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ആണ് നമുക്കിവിടെ ഇന്ന് പഠിക്കാനുള്ളത്. അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാം, പ്രോഗ്രസീവ് ആൻഡ് റിഗ്രസീവ് അപ്രോച്ച്. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മൂവിങ് ഫോർവേഡ്, നമ്മുടെ മുന്നോട്ട് പോകുന്നു, അല്ലേ? അല്ലെങ്കിൽ മുകളിലേക്ക് കയറി പോകുന്നു നമ്മൾ. റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ പ്രോഗ്രസീവ് അപ്രോച്ച് എന്തായിരിക്കും? ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രോഗ്രസീവ് അപ്രോച്ച് നമുക്ക് നോക്കാം. എംഫസിസ് ഓൺ ലേണിംഗ് ബൈ ഡൂയിങ്. ഇവിടെ നമ്മൾ ചെയ്താണ് പഠിക്കുന്നത്. ഹാൻഡ്സ് ഓൺ പ്രോജക്ട്സ് ആൻഡ് ഹാൻഡ്സ് ഓൺ വി ആർ experiencing something. Okay, so hands on projects, experiential learning etc are coming under this approach. Strong emphasis on critical thinking and problem solving, emphasis on group work and development of social skill, collaborative skills and cooperative learning. ഇപ്പോൾ കോപ്പറേറ്റീവ് ലേണിങ്ങിലൂടെ നമുക്ക് കൊലാബറേറ്റീവ് സ്കിൽസും സോഷ്യൽ സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ അതിനെല്ലാമാണ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഗോൾ ഓഫ് ലേണിംഗ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് റോട്ട് ലേണിംഗ്. നമ്മൾ വെറുതെ പഠിക്കുക, കാണാതെ പഠിക്കുകയല്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഏതിലെ? വിച്ച് അപ്രോച്ച്? ഇൻ പ്രോഗ്രസീവ് അപ്രോച്ച്. ദെൻ പിന്നെ എന്താണ്? ഇൻ്റഗ്രേഷൻ ഓഫ് കമ്മ്യൂണിറ്റി സർവീസ് ആൻഡ് കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോജക്ട്സ് ഇൻ ടു ദ ഡെയിലി കരിക്കുലം. അതായത് ഡേ ടു ഡേ അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഡേ ടു ഡേ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡെമോക്രസി. ഈ എഡ്യൂക്കേഷൻ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഡെമോക്രസിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളതാണ്. സെലക്ഷൻ ഓഫ് സബ്ജക്റ്റ് കണ്ടന്റ് നീഡഡ് ഇൻ ഫ്യൂച്ചർ സൊസൈറ്റി. ഫ്യൂച്ചർ ലൈഫിലേക്ക് ആവശ്യമുള്ള സബ്ജക്ട്സ് ആണ് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഡി എംഫസിസ് ഓൺ ടെക്സ്റ്റ് ബുക്സ് ഇൻ ഫേവർ ഓഫ് വേരീഡ് ലേണിംഗ് റിസോഴ്സസ്. ഉള്ളി ഒരു ടെക്സ്റ്റ് ബുക്കിനെ ആധാരമാക്കിയല്ല നമ്മൾ പഠിക്കുന്നത്, അതിന് പകരം ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് നമ്മൾ നോളജ് അക്യൂർ ചെയ്യാണ് ചെയ്യുന്നത്. എംഫസിസ് ഓൺ ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് സോഷ്യൽ സ്കിൽസ്. ദെൻ അസസ്മെൻറ്റ് ബൈ ദ ഇവാലുവേഷൻ ഓഫ് ചൈൽഡ്സ് പ്രോജക്ട്സ് ആൻഡ് പ്രൊഡക്ഷൻ. എന്താണ്
എന്ത് പ്രോജക്റ്റാണ് ഒരു ചൈൽഡ് പ്രസൻറ്റ് ചെയ്യുന്നത്, ആ പ്രോജക്റ്റ് എങ്ങനെയുള്ളതാണ്, അതിലെന്തെല്ലാം ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടി ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ ആ പ്രോജക്റ്റോ അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെ പ്രൊഡക്ഷൻ എന്ത് കാര്യമാണ്, ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണോ, ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ക്ലാസ് റൂമിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണോ, ഇതിൻ്റെ ബേസിസിലായിരിക്കും അവിടെ അസസ്മെൻറ്റ് നടക്കുന്നത്, അല്ലാതെ പേപ്പർ പെൻസിൽ ടെസ്റ്റിൻ്റെ ബേസിൽ അല്ല. ഇനി നമുക്ക് റിഗ്രസീവ് അപ്രോച്ച് നോക്കാം. ദ മീനിങ് ഓഫ് റിഗ്രസീവ് ഈസ് റിട്ടേണിങ് ടു ദ പ്രീവിയസ് സ്റ്റേജ്. അതായത് നമ്മൾ പ്രീവിയസ് സ്റ്റേജ്, മുമ്പുള്ള സ്റ്റേജിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ഇതിൽ. ഓക്കെ, ഹിയർ വി ആർ യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ് ഫ്രം നോൺ ടു അൺനോൺ. ഓക്കെ, ഏത് പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്? വി ആർ starting with something known to us, then we are going to unknown one. Here we are learning the present at the light of past situation. ഇവിടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന? പാസ്റ്റ് സിറ്റുവേഷൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിലാണ്. ഹിയർ ദ ലേണേഴ്സ് ആർ ജസ്റ്റ് പാസീവ് അബ്സോർബേഴ്സ്. ഇവിടെ ശരിക്കും ലേണേഴ്സ് ആരാണ്? ആക്റ്റീവ് പ്രോഗ്രസീവ് അപ്രോച്ചിൽ ലേണേഴ്സ് ആർ വെരി ആക്റ്റീവ് ഓർ പ്രൊആക്റ്റീവ് persons, but here they are passive observers. This is the teacher-centered approach in which teachers are the sources of information. ഇവിടെ ആരാ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ? ടീച്ചേഴ്സ് ആണ്. പക്ഷേ ഈ എന്തിൻ്റെ ബേസിലാണ്? പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ ടീച്ചർ പുതിയ നോളജ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നോൺ ആയിട്ടുള്ള ഒരു ഫാക്റ്റിൽ നിന്ന് അൺനോൺ ഫാക്റ്റിലേക്ക് പോവുകയാണ്. ഇവിടെ വിച്ച് മാക്സിമം ഓഫ് ടീച്ചിങ് ദേ ആർ യൂസിങ്? നോൺ ടു അൺനോൺ. ദാറ്റ് മാക്സിമം ഓഫ് ടീച്ചിങ് വി ആർ യൂസിങ് ഇറ്റ് ഇൻ റിഗ്രസീവ് അപ്രോച്ച്. നെക്സ്റ്റ് വൺ, ടോപ്പിക്കൽ അപ്രോച്ച്. ടോപ്പിക് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഇൻ ദിസ് അപ്രോച്ച് സെലക്റ്റഡ് ടോപ്പിക്സ് ഓഫ് സ്റ്റഡി സ്യൂട്ടബിൾ ഫോർ ദ ഏജ്, എബിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ. എന്തിൻ്റെ ബേസിലാണ് ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നത്? ഏജിൻ്റെ അല്ലെങ്കിൽ ഓരോ ആ ഏജ് ഗ്രൂപ്പിൻ്റെ എബിലിറ്റി അനുസരിച്ച്, ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ഇവിടെ നമ്മൾ ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നത്. ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കരിക്കുലം ആൻഡ് ഈച്ച് ടോപ്പിക് ഈസ് ഡെൽറ്റ് വിത്ത് കംപ്ലീറ്റ്ലി ഇൻ ദ ക്ലാസ് വെയർ ഇറ്റ് ഈസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. ഒരു ടോപ്പിക്ക് ഏത് ക്ലാസ്സിലാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡീൽ ചെയ്യും. Then each topic is concerned as an entity and all the topics are linked together by the teacher with the help of link lesson. ടീച്ചർ ചിലപ്പോൾ ഒരു ക്ലാസ്സിലെ കാര്യങ്ങൾ മറ്റൊരു ക്ലാസ്സിലെ കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യുമായിരിക്കും. പക്ഷേ ഒരു ടോപ്പിക്ക് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ആ ടോപ്പിക്കിൻ്റെ എല്ലാ വശങ്ങളും ആ കുട്ടിക്ക് ആ ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കും. ഫോർ ദ ചിൽഡ്രൻ ഓഫ് ദ ഏജ് ഗ്രൂപ്പ് 13+, കാരണം നമുക്കറിയാം ഏറ്റവും ചെറിയ ക്ലാസ്സിലാണ് ഒരു ടോപ്പിക് എടുത്തു, ആ ടോപ്പിക്കിൻ്റെ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ആ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 13 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കായിരിക്കും ഈ ടോപ്പിക്കൽ അപ്രോച്ച് ഏറ്റവും നല്ലതായിട്ടുള്ളത്, അല്ലേ? ദ കരിക്കുലം makers takes particular topic as the central theme of social science learning at different level of instruction. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ സയൻസിൻ്റെ കേസിലായിക്കോട്ടെ ഒരു ടോപ്പിക്ക് നമ്മളെടുത്തു, അത് സെൻട്രൽ തീമായിട്ട് എടുത്തു. ഫോർ എക്സാമ്പിൾ ഫ്രീഡം അല്ലെങ്കിൽ അബൌട്ട് അവർ ഫ്രീഡം ഓഫ് അവർ കൺട്രി, അല്ലേ? നമുക്കറിയാം കൊളോണൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊളോണൈസേഷനെ പറ്റി ആരെല്ലാം നമ്മുടെ രാജ്യത്ത് വന്നു, എന്തിനു വേണ്ടിയാണ് അവർ വന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനെപ്പറ്റി, കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ ഇതായിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഫ്രീഡം കിട്ടിയത് മുതലുള്ള കാര്യങ്ങൾ, അതായത് ആ ടോപ്പിക്കിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ കവർ ചെയ്തിരിക്കും, ടീച്ചർ കവർ ചെയ്തിരിക്കും. അറ്റ് ഈച്ച് സ്റ്റേജ് ദ ടോപ്പിക് വേരി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഏജ്, എബിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ. ഇൻ ദ പ്രൈമറി ക്ലാസ്സസ് ദ ചൈൽഡ് മേ സ്റ്റാർട്ട് ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ, ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, മെൻ്റൽ ഡെവലപ്മെൻറ്റ്, അതിനുള്ള കാര്യങ്ങളെ പറ്റിയായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഏതാണോ ഇൻട്രസ്റ്റ് ആ കാര്യങ്ങളായിരിക്കും ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത്, അല്ലേ? അങ്ങനെ അപ്പോൾ ഈ ആ ടോപ്പിക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? അവൻ്റെ ഏജും ഇൻട്രസ്റ്റും അനുസരിച്ചാണ് ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നത്. ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത ആ ടോപ്പിക്കിലെ മുഴുവൻ കാര്യങ്ങളും ആ ടീച്ചർ ആ ടോപ്പിക്കിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും ആ ക്ലാസ്സിൽ തന്നെ ഡീൽ ചെയ്തിരിക്കും, അല്ലേ? ടോപ്പിക്കൽ മെത്തേഡിനെ കുറിച്ച് തന്നെയാണ് കുറച്ചുകൂടെ പോയിൻറ്റ്സ്. സെലക്റ്റഡ് കണ്ടൻറ്റ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ സെയിം ക്ലാസ് അറ്റ് ദ സെയിം ടൈം. സെയിം ക്ലാസ്സിൽ സെയിം ടൈമിൽ സെലക്റ്റഡ് കണ്ടൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. നോ ഫ്യൂച്ചർ ലേണിംഗ് ഓഫ് ദി കണ്ടൻറ്റ്. ആ കണ്ടൻറ്റിന് ഫ്യൂച്ചർ ലേണിംഗ് ഇല്ല. യൂസ്ഫുൾ ഇൻ ഹയർ സ്റ്റേജസ് ഓഫ് ലേണിംഗ്. ഇത് ഹയർ ക്ലാസ്സിലാണ് കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത്.
നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ പറഞ്ഞു എക്സാമ്പിൾ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്നോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നോ എടുക്കാം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള എന്തൊക്കെയായിരിക്കും? ഇൻ ദ ടോപ്പിക്കൽ അപ്രോച്ച് യൂണിറ്റ് ഫോക്കസ് ഓൺ ഡിസ്ക്രീറ്റ് ഇവൻറ്റ്സ്, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ഇവൻറ്റ്സും. ഏതിനോട്? ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സിനെ പറ്റി, ഇന്ത്യക്ക് ഫ്രീഡം കിട്ടാനുണ്ടായിരുന്ന സ്ട്രഗിളിനെ പറ്റി, വോറിനെ പറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് കുട്ടിക്ക് കൊടുക്കുന്നു. ഒരു എക്സാമ്പിളാണത്. ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ ഒരു ടോപ്പിക്ക്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയി എന്ന് വരെയുള്ള കാര്യങ്ങൾ, അതിനോട് ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ആ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതാണ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇനി നമുക്കിതിൻ്റെ മെറിറ്റ്സ് എന്താമെന്ന് നോക്കാം. ഇൻ്റഗ്രേറ്റഡ് നോളജ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ദ പീപ്പിൾ. അതായത് ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള ചുറ്റിപ്പറ്റി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ ലേണിംഗ് ഈസ് റിലേറ്റഡ് ടു ലൈഫ് ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കും നമുക്ക് ലൈഫിനോടോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനോടോ റിലേറ്റ് ചെയ്യാനും പറ്റും. പീപ്പിൾസ് ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ റിമെയിൻ എറൗസ്ഡ്. അപ്പോൾ അതിന് ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ അതിൻ്റെ ഹയർ സ്റ്റേജ് വരെ പറഞ്ഞു വരുമ്പോൾ കുട്ടികൾക്ക് അതിൽ ഇൻട്രസ്റ്റ് മോട്ടിവേഷനും നമുക്ക് നിലനിർത്താൻ പറ്റും. ഓരോരോ ടോപ്പിക്ക് വേറെ മാറിപ്പോവാതെ തന്നെ അതിലേക്ക് കുട്ടികളുടെ ഇൻട്രസ്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. പിന്നെ ഞാനിതിൽ ഡീമെറിറ്റ്സ് ആയിട്ട് ഒന്നും എഴുതിയിട്ടില്ല. ഡീമെറിറ്റ്സ് ആയിട്ട് എന്ത് നമുക്ക് പറയാൻ പറ്റും? അതായത് എല്ലാ ടോപ്പിക്കും നമുക്ക് ലോവർ ക്ലാസ്സിൽ എടുക്കാൻ പറ്റില്ല. ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതേപോലെ തന്നെ ഓരോ ടോപ്പിക്കിനെ പറ്റി വളരെ ആഴത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അറിവുകളുള്ള ടീച്ചേഴ്സിനെ നമുക്ക് കിട്ടണം. അതെല്ലാം നമുക്ക് ഡീമെറിറ്റ്സ് ആയിട്ട് പറയാം അതിൽ, അല്ലേ? കാരണം നമുക്കറിയാം ഇപ്പോൾ പ്രൈമറി ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി സ്റ്റേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ചിലപ്പോൾ 12th കഴിഞ്ഞിട്ട് DLED കഴിഞ്ഞ് വരുന്ന ടീച്ചേഴ്സായിരിക്കും. അപ്പോൾ ഒരു സയൻസിനെ പറ്റി ആയിക്കോട്ടെ, ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി ആയിക്കോട്ടെ, അവർ 12th വരെ ആയിരിക്കും അവർ പഠിച്ചിട്ടുള്ളൂ. ആ ലെവൽ വരെ അവർക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ അവർ കണ്ടിന്യൂസ് ലേണിംഗ് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഈ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ അവർ വേറെ പഠിച്ചുകൊണ്ടും ഇരിക്കണം. അങ്ങനെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. അത് നമുക്ക് ഡീമെറിറ്റ്സ് ആയിട്ട് എടുക്കാം, അല്ലേ? ഇനി നമുക്ക് അടുത്ത അപ്രോച്ച് നോക്കാം. അടുത്തതാണ് കോൺസെൻട്രിക് അപ്രോച്ച്. അതിലെ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇൻ കോൺസെൻട്രിക് അപ്രോച്ച് നോളജ് ഈസ് വൈഡൻഡ് സ്ലോലി ആൻഡ് സ്റ്റഡിലി. അപ്പോൾ അതായത് എന്തെങ്കിലും ഒരു ടോപ്പിക്ക്, ആ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും, വൈഡൻ ചെയ്തുകൊണ്ടേയിരിക്കും അതിനുള്ള നോളജ്. സ്റ്റഡിലി ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ KG ലെവൽ മുതൽ ഹയർ ക്ലാസ്സിലേക്ക് വരും തോറും. തസ് എ സബ്ജക്റ്റ് മാറ്റർ ഈസ് ടേക്കൺ ആൻഡ് സ്പ്രെഡ് ഓവർ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇൻ ഇൻട്രൊഡക്ടറി ഇയേഴ്സ് എലിമെൻ്ററി നോളജ് ഈസ് ഗിവൺ. അതാണ് കോൺസെൻട്രിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹിയർ എ യൂണിറ്റ് ഈസ് ടേക്കൺ. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്, ഒരു യൂണിറ്റ് ഈസ് ടേക്കൺ. ദെൻ ദ ടോപ്പിക് ഈസ് ബ്രോക്കൺ ഇൻ ടു നമ്പർ ഓഫ് സബ് തീംസ്, സബ് ടോപ്പിക് ഓർ സബ് യൂണിറ്റ്സ്. These subtopics or subunits are allotted in various classes. ഒരു ക്ലാസ്സിൽ തീർക്കല്ല, നമ്പർ ഓഫ് ക്ലാസ്സസ് ഉണ്ടാവും അക്കോർഡിംഗ് ടു ദ ഡിഫിക്കൽറ്റി ലെവൽ അനുസരിച്ച്. ചിലപ്പോൾ മോർ ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്കാണെങ്കിൽ നമ്പർ ഓഫ് ക്ലാസ്സസ് കൂടുതലായിരിക്കും. അതാണ് കോൺസെൻട്രിക് അപ്രോച്ചിൽ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ഇതിനെപ്പറ്റി തന്നെയാണ്. ഹിയർ എലിമെൻ്ററി നോളജ് ഈസ് ഗിവൺ ഇൻ ദ ഇൻട്രൊഡക്ടറി ഇയേഴ്സിൽ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സസിൽ ബേസിക് നോളജ് ആയിരിക്കും കൊടുക്കുന്നത്. ഫുൾ ഫ്ലെഡ്ജ് നോളജ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ ഹയർ ലെവലിലേക്ക് വരുന്തോറും ആ ടോപ്പിക്ക് കുറച്ചുകൂടെ ക്ലിയറായി വരും. അറ്റ് എവറി സ്റ്റേജ് റിവിഷൻ ഈസ് ഡൺ. അങ്ങനെ എന്നാൽ എല്ലാ സ്റ്റേജിലും ആ സ്റ്റേജിൽ പഠിക്കുന്നതിൻ്റെ റിവിഷനും ഉണ്ടാവും. പോർഷൻ ഈസ് നെയ്തർ ടു ലോങ് നോർ ടു ഷോർട്ട്. എല്ലാ സ്റ്റേജിലും പോർഷൻസ് ഭയങ്കര ലോങ്ങും അല്ല, എന്നാൽ അത്ര ഷോർട്ടും അല്ല, അങ്ങനെയായിരിക്കും. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇതൊരു ഡയഗ്രമാണ്. ഇത് നോക്കി, ഇതിൽ കോൺസെൻട്രിക് ആയിട്ട് സർക്കിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലേ? 5th സ്റ്റാൻഡേർഡിൽ റെഡ് സർക്കിൾ. അപ്പോൾ 5th സ്റ്റാൻഡേർഡിൽ അത്രയും കണ്ടൻറ്റ് പഠിപ്പിക്കും. 6th അതായത് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നു. അതേ സബ്ജക്റ്റ് തന്നെ കുറച്ചുകൂടെ വൈഡനായിട്ട് വരുന്നു. അതാണ് 6th സ്റ്റാൻഡേർഡിൽ. പിന്നെ 7th സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ ആ ടോപ്പിക്കിനെ കുറച്ചുകൂടെ വൈഡനായിട്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഹയർ സ്റ്റാൻഡേർഡിലേക്ക് പഠിക്കുന്ന രീതിയാണ് കോൺസെൻട്രിക് അപ്രോച്ച്. ഇനി നമുക്ക് യൂണിറ്റ് അപ്രോച്ച് എന്താണെന്ന് നോക്കാം. എ യൂണിറ്റ് സ്റ്റഡി അപ്രോച്ച് ടേക്സ് എ ടോപ്പിക് ആൻഡ് ലീവ്സ് വിത്ത് ഇറ്റ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. ഒരു ടോപ്പിക് എടുക്കും, ആ ടോപ്പിക്ക് മാത്രം പഠിച്ചുകൊണ്ട് കുറേ നാളത്തേക്കായിരിക്കും അത് പഠിക്കുന്നത്, ആ ടോപ്പിക്ക് ക്ലിയർ ആവുന്നവരെ.
ഇൻ്റഗ്രേറ്റിംഗ് സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ലാംഗ്വേജ്, ആർട്ട്, മാത്സ്, ഫൈൻ ആർട്സ് ആസ് ദി അപ്ലൈ. ഈ ഒരു ടോപ്പിക്ക് തന്നെ ഓരോരോ ബേസിലും പഠിക്കും. ഫോർ എക്സാമ്പിൾ എന്താ നമുക്ക് പറയാൻ പറ്റുക, ഫ്ലവറിനെ പറ്റി പഠിക്കുക, വരയ്ക്കണ ഫ്ലവറിൻ്റെ കളറ്, അതിൻ്റെ എസ്തെറ്റിക് കാര്യങ്ങൾ, ആർട്ട്, അങ്ങനെ എങ്ങനെ ഫ്ലവർ വരയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ, സിമെട്രി, മാത്സുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ സിമെട്രി ഓഫ് ഫ്ലവേഴ്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുവാണെങ്കിൽ ആ ടോപ്പിക്ക് ഡിഫറെൻറ്റ് സബ്ജക്ട്സിലൂടെ പഠിക്കും. ആർട്ടിലൂടെ, സോഷ്യൽ സയൻസിലൂടെ, അങ്ങനെ പല ടോപ്പിക്കിലൂടെ അതേ ആ പെർട്ടിക്കുലർ യൂണിറ്റ് തന്നെ പഠിക്കും. അതാണ് നമ്മൾ പറയുന്നത് യൂണിറ്റ് സ്റ്റഡി അപ്രോച്ച് ടേക്സ് എ ടോപ്പിക് ആൻഡ് ലീവ്സ് വിത്ത് ഇറ്റ് എന്ന് പറയണത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വാട്ടർ H2O. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലായിരിക്കും അത് പഠിക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും, കാരണം അതിലെന്താ H2O എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ, അങ്ങനെയെല്ലാം നമ്മൾ കെമിസ്ട്രിയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ വാട്ടർ എല്ലാ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ്. മോസ്റ്റ് പീപ്പിൾ തിങ്ക് ഓഫ് വാട്ടർ ആസ് എ സയൻസ് സബ്ജക്റ്റ്. One way to look at the water is H2O, a chemistry subject, but it is also art, a beautiful waterfall. History, ദ റെഡ് സീ ആയിട്ട് വാറുമായിട്ട് എന്തെല്ലാം ഏത് രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതേപോലെ എക്കണോമിക്സ്, വാട്ടർ ബില്ലിനെ പറ്റി, തിയോളജി, ബാപ്റ്റിസം. നമുക്കറിയാം ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുമ്പോൾ ബാപ്റ്റിസം ഉണ്ട്. ആ ബാപ്റ്റിസത്തിന് സ്പെഷ്യൽ പ്രാർത്ഥിച്ചെടുത്ത വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുന്നത്. അത് അങ്ങനെ തിയോളജി ആയിട്ട് ബന്ധപ്പെടാം. പിന്നെ ലാംഗ്വേജ് ആർട്ട്, ബാബ്ലിംഗ് ബ്രൂക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു യൂസേജ് തന്നെ വേൾഡ് വാർ ഫസ്റ്റിൻ്റെ സമയത്ത് ഓസ്ട്രേലിയൻ സ്ലാങ് ആണത്, ഈ ബാബ്ലിംഗ് ബ്രൂക്ക് എന്ന് പറയുന്നത്. ആ സമയത്ത് യൂസ് ചെയ്തിരുന്നതാണ്. ചിലപ്പോൾ പല കാര്യങ്ങളും കാണിക്കാൻ നമുക്കറിയാം, വോറിൻ്റെ സമയത്തൊക്കെ പലതരം സ്ലാങ് യൂസ് ചെയ്യും. അവർക്ക് അതിനെന്തെങ്കിലും മീനിങ് ഉണ്ടാവും. അങ്ങനെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ, അതുപോലെ ജോഗ്രഫി ആയിട്ട്, ഹിസ്റ്ററി ആയിട്ട് എല്ലാമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വാട്ടറിനെ പഠിക്കാൻ പറ്റും. അടുത്തതാണ് സ്പൈറൽ അപ്രോച്ച്. നമുക്കറിയാം സ്പൈറൽ ബൈൻഡ് ചെയ്യുക എന്ന് പറയും, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു റൗണ്ട് ചെയ്ത് പോകും. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോവും. പക്ഷേ എവിടെയാണോ തുടങ്ങണേ അവിടെ നിന്ന് ജോയിൻ്റ് ഉണ്ടാവും. അതായത് ഒരു ടോപ്പിക്കിൽ നിന്ന് കണക്ട് ചെയ്ത് അടുത്ത ടോപ്പിക്ക് അങ്ങനെ പോകുന്നതാണ് സ്പൈറൽ അപ്രോച്ച്. ദ സ്പൈറൽ അപ്രോച്ച് ഈസ് എ ടെക്നിക് ഓഫൺ യൂസ്ഡ് ഇൻ ടീച്ചിങ് വെയർ ഫസ്റ്റ് ദ ബേസിക് ഫാക്ട്സ് ഓഫ് ദ സബ്ജക്ട്സ് ആർ ലേൺഡ് വിത്തൗട്ട് വറിയിങ് അബൌട്ട് the details. Then as learning progresses, more and more details are introduced, while at the same time they are related to the basics, which are re-emphasized many times to help to enter them into the long term memory. അപ്പോൾ ഇതിലെങ്ങനെയാണ് കണക്ട് ചെയ്താണ് പോണേ, പ്രീവിയസ് നോളജുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടാവും. പക്ഷേ നമ്മൾ സ്പൈറൽ അപ്രോച്ചിൽ എങ്ങനെയായിരുന്നു, ഒരു ടോപ്പിക്കിനെ വൈഡൻ ചെയ്ത് പോകാമെന്ന്. ആ ടോപ്പിക്കിന് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അത് പർട്ടിക്കുലർലി അത് റിലേറ്റഡ് ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് പോകണമെന്ന് അല്ല, ആ ടോപ്പിക്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ഡീപ്പായിട്ട് പഠിക്കുകയാണ്. സ്പൈറൽ അപ്രോച്ചിൽ അങ്ങനെയല്ല, പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചത് അതിനോട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ടായിരിക്കും അടുത്ത നോളജ് നമ്മൾ പഠിക്കുക, അല്ലേ? അങ്ങനെ അപ്പോൾ ഓരോ കാര്യങ്ങളും എംഫസൈസ് ചെയ്ത് ആ ടോപ്പിക്ക് പഠിക്കും. ഇതാണ് സ്പൈറൽ അപ്രോച്ചും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്ലൈഡിൽ നമ്മൾ ഈ സ്പൈറൽ അപ്രോച്ചിനെ പറ്റി തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒത്തിരി കോൺസെപ്റ്റ്സ്, ഒത്തിരി ടോപ്പിക്സും ഇതിനോട് റിലേറ്റഡ് ആയിട്ട് സ്കിൽസും എല്ലാം പഠിക്കുകയാണ് കുട്ടി, അല്ലേ, ഈ സ്പൈറൽ അപ്രോച്ചിൽ. ദെൻ പിന്നെ വേറെ വ്യത്യാസം ഈ കോൺസെൻട്രിക് അപ്രോച്ചിൽ നിന്ന്? ഇത് ഓരോന്നും റിലേറ്റ് ചെയ്താണ് പോണേ. പ്രീവിയസ് നോളജുമായിട്ട് ഇമ്മീഡിയറ്റ് കണക്ഷൻ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതാണ് ബേസിക് ഐഡിയ ബിഹൈൻഡ് സ്പൈറൽ പ്രോഗ്രഷൻ അപ്രോച്ച് ഹിയർ ഈസ് ടു expose the learners to a wide variety of concepts, topics, skills and attitudes that are deemed of continual concern of everyone until they are mastered. അങ്ങനെ ഓരോ പർട്ടിക്കുലർ ടോപ്പിക്കും അവർ മാസ്റ്റർ ചെയ്യും. അതാണ് ഏതിൽ കാണുന്നത്, സ്പൈറൽ അപ്രോച്ചിൽ. അടുത്ത സ്ലൈഡിൽ മറ്റൊരു അപ്രോച്ച് നോക്കാം, ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. ഇൻ്റർ ഡിസിപ്ലിനറി മീൻസ് ഇൻ ബിറ്റ്വീൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടെ പറയും, മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. അതായത് ഒരു ഡിസിപ്ലിനല്ല, മൾട്ടിപ്പിൾ
ഡിസിപ്ലിനറീസ് ഇതിലുണ്ട്. ഓൾ ദ ബ്രാഞ്ചസ് ഓഫ് സയൻസ് ആർ ഇൻ്റർറിലേറ്റഡ് ഇൻ വൺ വേ ഓർ ദി അതർ ആൻഡ് വി ക്യാൻ സേ ദേ ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. നമുക്ക് പറയാം കെമിസ്ട്രിയും ഫിസിക്സും റിലേറ്റഡ് ആണ്, കെമിസ്ട്രിയും ഫിസിക്സും ബയോളജി റിലേറ്റഡ് ആണ്. അങ്ങനെ സയൻസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ബയോ കെമിസ്ട്രി ആയിട്ട് നല്ല റിലേഷൻ ഉണ്ട്, കെമിസ്ട്രിക്ക് അല്ലേ, അങ്ങനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്താണ് കിടക്കുന്നതെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒരു വൈഡ് നോളജ് കിട്ടണമെങ്കിലോ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് എല്ലാം നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. ദിസ് അപ്രോച്ച് അലൗസ് ദ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഡ്യൂറിങ് വൺ ലെസൺ. അതായത് ഒരു ലെസണിൽ തന്നെ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് റിലേറ്റ് ചെയ്തായിരിക്കും ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ക്യാമറയെ പറ്റി പഠിപ്പിക്കുമ്പോൾ നമുക്ക് ബയോളജിയിലുള്ള ഐയുടെ ഫങ്ഷനുമായിട്ട് നമുക്ക് അതിനെ റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കാം, അല്ലെങ്കിൽ ബയോളജിയിൽ ഐ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ക്യാമറയായിട്ട് അതിനെ റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കാം അല്ലേ. അപ്പോൾ ഫിസിക്സും ബയോളജിയും കൂടി ഒരു റിലേഷൻ വരും. നമ്മൾ ഓൾറെഡി അത് ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ്. In order to face the real life situations and day-to-day problem solving, we need to acquire knowledge of different subjects. നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഡേ ടു ഡേ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പല സബ്ജക്ട്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ പല സബ്ജക്റ്റും റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന രീതിയാണ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതെല്ലാമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന അപ്രോച്ച്. അപ്രോച്ച് എന്തിനെ പറ്റിയാണ്? കണ്ടൻറ്റിൻ്റെ ബേസിലുള്ള അപ്രോച്ചാണ്. അപ്പോൾ നമ്മൾ ടോപ്പിക്കൽ അപ്രോച്ച് പഠിച്ചു, യൂണിറ്റ് അപ്രോച്ച്, കോൺസെൻട്രിക് അപ്രോച്ച്, സ്പൈറൽ അപ്രോച്ച്, ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. ഇതിലെന്താ നമ്മൾ കണ്ടൻറ്റ് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, അതിനാണ് ഓരോരോ പേരിട്ട് നമ്മൾ വിളിച്ചത്. കോൺസെൻട്രിക് അപ്രോച്ച് ആണെങ്കിൽ കണ്ടൻറ്റ് എങ്ങനെയായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പൈറൽ അപ്രോച്ചിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടൻറ്റ് അറേഞ്ച് ചെയ്യുന്നത്. ചിലപ്പോൾ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഇൻ കരിക്കുലം കൺസ്ട്രക്ഷൻ എസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അത് കാരണം നിങ്ങൾ ഒന്നോ രണ്ടോ തവണ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഒരു എസ് ആണിത്.